അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇമാം ബുഖാരി നിവേദനം ചെയ്തിട്ടുള്ള ഹ്രസ്വമായിട്ടുള്ള ഒരു പ്രവാചക വചനമാണ് കേൾപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം ളൈഫഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹ്മഹു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. എന്താണ് ഈ നബിവചനത്തിന്റെ അർത്ഥം? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയുക്രിം ളൈഫഹു, അയാളുടെ അതിഥിയെ ആദരിക്കട്ടെ. അയാളുടെ വീട്ടിലേക്ക് വരുന്ന അതിഥിയെ ആദരിക്കട്ടെ. ആരെങ്കിലും അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ. അതേ വാക്ക് തന്നെ മറ്റൊരു പ്രവൃത്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ആരെങ്കിലും അല്ലാഹുവിനും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയസിൽ റഹ്മഹു, അയാളുടെ കുടുംബ ബന്ധം അയാൾ ചേർക്കട്ടെ. തുടർന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അയാൾ നല്ലത് പറയട്ടെ. സംസാരിക്കുമ്പോൾ നല്ലത് മാത്രം പറയട്ടെ. നല്ലതൊന്നും പറയാൻ അയാളുടെ അടുക്കൽ ഇല്ലെങ്കിൽ അയാൾ മൗനം പാലിക്കട്ടെ എന്നാണ് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം അതിഥിയെ സൽക്കരിക്കട്ടെ എന്നുള്ളതാണ്. അതിഥിയെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പരലോക വിശ്വാസത്തിന്റെ ഭാഗമാണ്. അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും പരലോക വിശ്വാസത്തിന്റെയും ഭാഗമാണ് അതിഥിയെ സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഈമാനിന്റെ ഭാഗമാണ്, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും പരലോക വിശ്വാസത്തിന്റെയും ഭാഗമാണ് കുടുംബ ബന്ധം ചേർക്കുക എന്നുള്ളത്. ഈ അടുത്ത് വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് എൻ്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. അതായത് ഒരു മുസ്ലിം മുതലാളി പറയാം, ഒരു മുസ്ലിം ആയിട്ടുള്ള മുതലാളി അത്യാവശ്യം വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കാനുണ്ട്. അയാൾ പറഞ്ഞു, എൻ്റെ വീട് നിങ്ങൾ മുസ്ലിങ്ങൾ വന്നാൽ ഇങ്ങനൊരു വീടുണ്ട് എന്ന് പറയരുത്. കാരണം മുസ്ലിങ്ങളാവുമ്പോൾ ഒരുപാട് അതിഥികളും അയൽക്കാരും ഒക്കെ ആയ ആളുകൾ വീട്ടിലേക്ക് വരും. അത് വീട് പെട്ടെന്ന് കേടുവന്നു പോകും. നിങ്ങൾ നോക്കി, ഇസ്ലാമിന്റെ ഒരു സംസ്കാരത്തെ എത്ര നിന്ദ്യമായിട്ടാണ് അയാൾ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിഥിയെ സൽക്കരിക്കുക, കുടുംബബന്ധം ചേർക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. പൊതുവേ നമ്മുടെ നഗര ജീവിതത്തിൽ, നമ്മുടെ പട്ടണ ജീവിതത്തിൽ അത്തരം സ്വഭാവങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമീണ ജീവിതത്തിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി അതൊക്കെ കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട്. അതിഥിയെ ആദരിക്കുക, അതുപോലെ അയൽക്കാരുമായുള്ള ബന്ധം ചേർക്കുക. ഇതിന്റെ കൂടെ പ്രവാചകൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം. നല്ലതൊന്നും പറയാനില്ലെങ്കിൽ പിന്നെ മിണ്ടാണ്ടിരിക്കുക. ഒന്നുകിൽ ഖുർആനുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ പരസ്പര ബന്ധം ശക്തിപ്പെടുത്തുന്നതുമായ കാര്യങ്ങൾ, അതല്ലെങ്കിൽ ദിക്റുള്ളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതല്ലെങ്കിൽ സൗഹൃദം ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ നല്ലതൊന്നും സംസാരിക്കാനില്ല. പിന്നെ കളവിലേക്ക്, ഏഷണിയിലേക്ക്, പരദൂഷണത്തിലേക്ക് അങ്ങനെ പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മൗനം പാലിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈമാനും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലുമുള്ള വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ 3 കാര്യങ്ങൾ മാത്രമല്ല, അതിനോടനുബന്ധമായി ചേർക്കാവുന്ന എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.